Hello students, the sixth module in marketing management is about marketing communications and brand management. Marketing communicationsന്റെ ബേസിക് ഐഡിയ എന്താണെന്ന് നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂൾ ഓൾറെഡി കവർ ചെയ്തതാണ്. ദാറ്റ് ഈസ് it's a mean adopted by the companies to convey messages about the products they sell in order to create an awareness among the potential customers. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഐഡിയ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് കമ്പനീസിൽ നിന്നും പല മെസ്സേജസ് കൺവേ ചെയ്യാനുള്ള അതിനുള്ള ഒരു മീഡിയ, അതിനാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എലമെൻറ്റ്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. ദാറ്റ്സ് അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, പബ്ലിക് റിലേഷൻസ് ആൻഡ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ ഫിഫ്ത്ത് മൊഡ്യൂളിലായിരുന്നൊരു ടോപ്പിക്കായിരുന്നു സ്റ്റെപ്സ് ഇൻ ഡെവലപ്പിംഗ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതിലെ സ്റ്റെപ്സ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ടാർഗറ്റ് ഓഡിയൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവ്സ്, ഇതൊക്കെ ഫിഫ്ത്ത് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ് ആണ്. അതിന് കണ്ടിന്യൂഷനായിട്ട് തന്നെ വരുന്ന ടോപ്പിക്കാണ് ഡിസൈനിങ് ദ മെസ്സേജ്, സെലക്ടിങ് ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ, അതൊക്കെ. ഓക്കെ, സോ നമ്മൾ സ്റ്റെപ്സ് ഇൻ ഡെവലപ്പിംഗ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അതിലുള്ള ആദ്യത്തെ സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞതിന് ശേഷം ഡിസൈനിങ് ദ മെസ്സേജും സെലക്ടിങ് ദ കമ്മ്യൂണിക്കേഷൻ ചാനലിലേക്ക് നമ്മൾ വരും. സോ steps in developing effective communication. The first step is to identify a target audience. The process must start with a clear target audience in mind, a specific group of people within the target market at which a product or marketing message of a product is aimed. അപ്പോൾ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നത് ഒരു ഓഡിയൻസിനെ, കറക്റ്റ് ഓഡിയൻസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ്. അതായത് ചില പ്രൊഡക്റ്റ്, ഈ ഇവിടെ എക്സാമ്പിൾ കാണിച്ചതുപോലെ മാഗി ആക്ച്വലി ഒരു ചിൽഡ്രൻ ഓറിയൻ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സോ ആ ചിൽഡ്രൻ ആണ് ഇവിടുത്തെ ടാർഗറ്റ് ഓഡിയൻസ്. അതുപോലെ കൊക്കക്കോള യങ്സ്റ്റേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ അതുപോലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ ബയേഴ്സ് ഓഫ് ദ കമ്പനി ആവാം, കറണ്ട് യൂസേഴ്സ് ആവാം, ഡിസൈഡേഴ്സ് ആവാം, ഇൻഫ്ലുവൻസേഴ്സ് ആവാം. ഡിസൈഡേഴ്സ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റ്, ഏത് പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്ന ആൾ, അതാണ് ഡിസൈഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരെയാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവരൊക്കെ ആക്ച്വലി ഒരു ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. The communicators' decision about what to say, how to say, when to say, where to say, and to whom to say, etc. are influenced by the target audience. അതായത് ഒരു കമ്മ്യൂണിക്കേറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ഡിസിഷൻ എബൌട്ട് എന്താണ് നമ്മൾ വാങ്ങിക്കേണ്ടത്, എങ്ങനെ വാങ്ങിക്കണം, എപ്പോൾ വാങ്ങിക്കണം, എവിടെ നിന്ന് വാങ്ങിക്കണം, ആൻഡ് ടു ഹൂം ടു സേ, അതായത് ആരോട് പറയണം, അതായത് ഏത് ഓഡിയൻസോട് പറയണം, ഇതൊക്കെ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ടാർഗറ്റ് ഓഡിയൻസ് ആണ്. അതുപോലെ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് കറണ്ട് യൂസറാണോ, പ്രൊഡക്റ്റ് കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരാളാണോ, അല്ല ഒരു ബ്രാൻഡിന് നമ്മുടെ ബ്രാൻഡിന് ലോയലായിട്ടുള്ള ആളാണോ, അല്ല നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് ലോയലായിട്ടുള്ള ഒരാളാണോ, അതുപോലെ someone who switches between the brands, അതായത് ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് അല്ലാതെ 2 or 3 ബ്രാൻഡിൽ ഇങ്ങനെ മാറി മാറി കളിക്കുന്ന ഒരാളാണോ. അതുപോലെ ഇപ്പോൾ ബ്രാൻഡ് യൂസർ ആണെങ്കിൽ തന്നെ ഒരു ഹെവി യൂസറാണോ, ലൈറ്റ് യൂസറാണോ. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട്, ഈ ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ആൻസേഴ്സിനെ ബേസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഡിഫർ ചെയ്യും. അതായത് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉദ്ദേശിക്കുന്നത്, is the target new to the category or a current user, is the target loyal to the brand or loyal to the competitor, or someone who switches between brands. If a brand user, is he or she a heavy or light user. Okay, ഈ ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ആൻസറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഡിഫർ ചെയ്യും. ഓക്കെ, നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് in developing effective marketing communication is to determine the communication objectives. What should be the main purpose behind companies
need to connect with the customers. കസ്റ്റമേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഒബ്ജക്റ്റീവ്സ്, കസ്റ്റമേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. There will be 4 possible objectives such as establishing a need for category, brand awareness, creating a brand awareness, brand attitude, building brand attitude, and then influencing brand purchase intention. These are the 4 objectives, the 4 possible objectives for the communication. Now we will go into each of these in detail. Category need. Establishing a category need means establishing a new product category. It is necessary to remove or satisfy a perceived discrepancy between a current and desired motivational state. അതായത് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് കാറ്റഗറി നീഡ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു പുതിയതായിട്ടുള്ള ഒരു കാറ്റഗറി പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിൻ്റെ കറണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടാവും, അതുപോലെ ഡിസൈഡ് നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ള ആ ഒരു ഡിസൈഡ് മോട്ടിവേഷൻ സ്റ്റേറ്റിലേക്ക് നമുക്ക് അവരെ എത്തിക്കാൻ വേണ്ടി പറ്റുന്ന വിധത്തിലുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാറ്റഗറി നീഡ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ Hello students, the 6th module in marketing management is about marketing communications and brand management. Marketing communicationsന്റെ ബേസിക് ഐഡിയ എന്താണെന്ന് നമ്മൾ 5th module ഓൾറെഡി കവർ ചെയ്തതാണ്. That is, it is a mean adopted by the companies to convey messages about the products they sell in order to create an awareness among the potential customers. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഐഡിയ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് കമ്പനീസിൽ നിന്നും പല മെസ്സേജസ് കൺവേ ചെയ്യാനുള്ള അതിനുള്ള ഒരു മീഡിയ, അതിനാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എലമെൻറ്റ്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. ദാറ്റ്സ് അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, പബ്ലിക് റിലേഷൻസ് ആൻഡ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ 5th മൊഡ്യൂളിലായിരുന്നൊരു ടോപ്പിക്കായിരുന്നു സ്റ്റെപ്സ് ഇൻ ഡെവലപ്പിംഗ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതിലെ സ്റ്റെപ്സ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ടാർഗറ്റ് ഓഡിയൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവ്സ്, ഇതൊക്കെ 5th മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ് ആണ്. അതിന് കണ്ടിന്യൂഷനായിട്ട് തന്നെ വരുന്ന ടോപ്പിക്കാണ് ഡിസൈനിങ് ദ മെസ്സേജ്, സെലക്ടിങ് ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ, അതൊക്കെ. ഓക്കെ, സോ നമ്മൾ സ്റ്റെപ്സ് ഇൻ ഡെവലപ്പിംഗ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അതിലുള്ള ആദ്യത്തെ സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞതിന് ശേഷം ഡിസൈൻ ദ മെസ്സേജും സെലക്ടിങ് ദ കമ്മ്യൂണിക്കേഷൻ ചാനലിലേക്ക് നമ്മൾ വരും. സോ steps in developing effective communication. The first step is to identify a target audience. The process must start with a clear target audience in mind, a specific group of people within the target market at which a product or marketing message of a product is aimed. അപ്പോൾ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നത് ഒരു കറക്റ്റ് ഓഡിയൻസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ്. അതായത് ചില പ്രൊഡക്റ്റ്, ഇവിടെ എക്സാമ്പിൾ കാണിച്ചതുപോലെ മാഗി ആക്ച്വലി ഒരു ചിൽഡ്രൻ ഓറിയൻ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സോ ആ ചിൽഡ്രൻ ആണ് ഇവിടുത്തെ ടാർഗറ്റ് ഓഡിയൻസ്. അതുപോലെ കൊക്കക്കോള യങ്സ്റ്റേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ അതുപോലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ ബയേഴ്സ് ഓഫ് ദ കമ്പനി ആവാം, കറണ്ട് യൂസേഴ്സ് ആവാം, ഡിസൈഡേഴ്സ് ആവാം, ഇൻഫ്ലുവൻസേഴ്സ് ആവാം. ഡിസൈഡേഴ്സ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഏത് പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്ന ആൾ, അതാണ് ഡിസൈഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് ഒരു വ്യക്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരെയാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവരൊക്കെ ആക്ച്വലി ഒരു ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. The communicator's decision about what to say, how to say, when to say, where to say, and to whom to say, etc. are influenced by the target audience. അതായത് ഒരു കമ്മ്യൂണിക്കേറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ഡിസിഷൻ എബൌട്ട് എന്താണ് നമ്മൾ വാങ്ങിക്കേണ്ടത്,
എങ്ങനെ വാങ്ങിക്കണം, എപ്പോൾ വാങ്ങിക്കണം, എവിടെ നിന്ന് വാങ്ങിക്കണം, ആൻഡ് ടു ഹൂം ടു സേ, അതായത് ആരോട് പറയണം, അതായത് ഏത് ഓഡിയൻസിനോട് പറയണം. ഇതൊക്കെ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ടാർഗറ്റ് ഓഡിയൻസ് ആണ്. അതുപോലെ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് കറണ്ട് യൂസറാണോ, പ്രൊഡക്റ്റ് കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരാളാണോ, അല്ല ഒരു ബ്രാൻഡിന് നമ്മുടെ ബ്രാൻഡിന് ലോയലായിട്ടുള്ള ഒരാളാണോ, അല്ല നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് ലോയലായിട്ടുള്ള ഒരാളാണോ, അതുപോലെ സംവൺ ഹു സ്വിച്ചസ് ബിറ്റ്വീൻ ദ ബ്രാൻഡ്സ്, അതായത് ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് അല്ലാതെ 2 or 3 ബ്രാൻഡിൽ ഇങ്ങനെ മാറി മാറി കളിക്കുന്ന ഒരാളാണോ. അതുപോലെ ഇപ്പോൾ ബ്രാൻഡ് യൂസർ ആണെങ്കിൽ തന്നെ ഒരു ഹെവി യൂസറാണോ, ലൈറ്റ് യൂസറാണോ. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട്, ഈ ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ആൻസേഴ്സിനെ ബേസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഡിഫർ ചെയ്യും. അതായത് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉദ്ദേശിക്കുന്നത്? ഈസ് ദ ടാർഗറ്റ് ന്യൂ ടു ദ കാറ്റഗറി ഓർ എ കറണ്ട് യൂസർ? ഈസ് ദ ടാർഗറ്റ് ലോയൽ ടു ദ ബ്രാൻഡ് or loyal to the competitor, or someone who switches between brands? If a brand user, is he or she a heavy or light user? Okay, ഈ ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ആൻസറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഡിഫർ ചെയ്യും. ഓക്കെ, നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് in developing effective marketing communication is to determine the communication objectives. What should be the main purpose behind companies need to connect with the customers? കസ്റ്റമേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഒബ്ജക്റ്റീവ്സ്, കസ്റ്റമേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് 4 ഡിവൈഡ് ചെയ്യാം. There will be 4 possible objectives such as establishing a need for category, brand awareness, creating a brand awareness, brand attitude, building brand attitude, and then influencing brand purchase intention. These are the 4 objectives, the 4 possible objectives for the communication. Now we will go into each of these in detail. Category need. Establishing a category need means establishing a new product category. It is necessary to remove or satisfy a perceived discrepancy between a current and desired motivational state. അതായത് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് കാറ്റഗറി നീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പുതിയതായിട്ടുള്ള ഒരു കാറ്റഗറി പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിൻ്റെ കറണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടാവും. അതുപോലെ ഡിസൈഡ്, നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ള ആ ഒരു ഡിസൈഡ് മോട്ടിവേഷൻ സ്റ്റേറ്റിലേക്ക് നമുക്ക് അവരെ എത്തിക്കാൻ വേണ്ടി പറ്റുന്ന വിധത്തിലുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാറ്റഗറി നീഡ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു കറണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്ന് ഡിസൈഡ് മോട്ടിവേഷണൽ സ്റ്റേറ്റിലേക്ക് കൺസ്യൂമേഴ്സിനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് ആക്ച്വലി ഈ ഒബ്ജക്റ്റീവ് വെച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ന്യൂ ടു ദ വേൾഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഓൾറെഡി ബാക്കിയുള്ള വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള ഒരു ധാരണയായിരിക്കും ഉണ്ടാവുക. പക്ഷേ ആ കാറ്റഗറി, അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആവശ്യമാണെന്നുള്ള ഒരു കൺസെപ്റ്റ് അവരെ മനസ്സിലേക്ക് വരുത്തുന്നതിന് വേണ്ടി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. സോ വാട്ട് ഈസ് ദ നീഡ് ഓഫ് ദിസ് ഇലക്ട്രിക് കാർ? എ നീഡ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. സോ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീൻസ് ആയിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കൺസിഡർ ചെയ്യാം. സോ ബാക്കി വെഹിക്കിൾസിലേക്ക് പോകുന്നതിന് പകരം ഇലക്ട്രിക് കാർ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ ഫോർ എൻവയോൺമെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ, അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ആൾക്കാരെ നമുക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, ക്രിയേറ്റ് ബ്രാൻഡ് അവെയർനെസ്, ഫോസ്റ്ററിങ് കൺസ്യൂമേഴ്സ് എബിലിറ്റി ടു റെക്കഗ്നൈസ് ഓർ റീകോൾ ദ ബ്രാൻഡ് വിത്തിൻ ദ കാറ്റഗറി ഇൻ സഫിഷ്യൻറ്റ് ഡീറ്റെയിൽ ടു മേക്ക് എ പർച്ചേസ്. ഫോസ്റ്ററിങ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത് എൻകറേജ് ആണ്. അപ്പോൾ എൻകറേജിങ് കൺസ്യൂമേഴ്സ് എബിലിറ്റി ടു റെക്കഗ്നൈസ് ഓർ റീകോൾ ദ ബ്രാൻഡ് വിത്തിൻ ദ കാറ്റഗറി. അതായത് ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ പല പ്രൊഡക്ട്സ് ഉണ്ടാവും, പല ബ്രാൻഡിൻ്റെ പല പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അത്
ഏത് പ്രൊഡക്റ്റ് ഒരു നീഡ് വന്നാൽ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ എന്നുള്ളത് പെട്ടെന്ന് അയാളുടെ മനസ്സിലേക്ക് വരുന്ന വിധത്തിലുള്ള ഒരു ബ്രാൻഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഈ കേസ് ഇത് വെച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രാൻഡ് റീകോൾ എന്നിട്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് അവരെ മെമ്മറിയിൽ അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അതിനെ നമ്മൾ ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റിന് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ബ്രാൻഡ് റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് കുറേ ഒരുപോലെയുള്ള പ്രൊഡക്റ്റിൻ്റെ അകത്ത് നമ്മൾക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പ്രീവിയസ്ലി യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ബെസ്റ്റ് പ്രൊഡക്റ്റിനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത്, ബെസ്റ്റ് ബ്രാൻഡിനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ബ്രാൻഡ് ആറ്റിറ്റ്യൂഡ്. ബിൽഡിംഗ് ബ്രാൻഡ് ആറ്റിറ്റ്യൂഡ്. ബ്രാൻഡ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഫീലിംഗ് ആൻഡ് ഒപ്പീനിയൻ ഓഫ് കൺസ്യൂമേഴ്സ് ടുവേർഡ്സ് എ ബ്രാൻഡ്. ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിനെ ഉള്ള പോസിറ്റീവ് ആയിട്ടുള്ളതോ നെഗറ്റീവ് ആയിട്ടുള്ളതോ ഫീലിങ്സ് ആണ് നമ്മളിവിടെ ബ്രാൻഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബൈ ബിൽഡിംഗ് ബ്രാൻഡ് ആറ്റിറ്റ്യൂഡ് the company can help the customers to evaluate the brand's perceived ability to meet a currently relevant need. ഒരു പെർട്ടിക്കുലർ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രൊഡക്റ്റാണ് കമ്പനിയുടെ എന്ന് അങ്ങനെയുള്ളൊരു മെസ്സേജ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിയും. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഹാർപിക്കിൻ്റെ ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ സ്റ്റെയിൻ റിമൂവലിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് ആണ്, അതായത് ഈ ഹാർപിക്ക് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം റിമൂവ് എന്നുള്ള ഒരു കേസായിട്ടാണ് ഇവിടെ വരുന്നത്. അതുപോലെ ഫുഡിൻ്റെ കേസാകുമ്പോൾ സെൻസറി ഓറിയൻറ്റഡ് ആഡ്സ് ആണ് വരിക. നെക്സ്റ്റ് ബ്രാൻഡ് പർച്ചേസ് ഇൻറ്റൻഷൻ. ഇൻഫ്ലുവൻസിങ് ബ്രാൻഡ് പർച്ചേസ് ഇൻറ്റൻഷൻ. That is moving customers to decide to purchase the brand or take purchase related action by giving promotional offers like coupons, deals, encourage consumers to make the mental commitment to buy one get one free അതുപോലെയുള്ള ഓഫേഴ്സ് ഒക്കെ കൊടുത്തിട്ട് പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു പർച്ചേസ് ഇൻറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. Now next is the design. Next step is the design the communications. Formulating the communications to achieve the desired response requires answering 3 questions. 3 ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് വാട്ട് ടു സേ, എന്താണ് പറയേണ്ടത്, മെസ്സേജ് സ്ട്രാറ്റജി ആണ് അതിന് പറയാം. ഹൗ ടു സേ ഇറ്റ്, ക്രിയേറ്റീവ് സ്ട്രാറ്റജി എന്ന് പറയും. ഹൂ ഷുഡ് സേ, അതായത് ആരാണ് പറയുന്നത്, മെസ്സേജ് സോഴ്സ്. അപ്പോൾ ഈ 3നെയും ഡിപ്പെൻഡ് ആയിരിക്കും ഡിസൈൻ ദ കമ്മ്യൂണിക്കേഷൻസ്. ഫസ്റ്റ് വൺ, മെസ്സേജ് സ്ട്രാറ്റജി, വാട്ട് ടു സേ. In determining message strategy, companies searches for appeals, themes or ideas that will tie into the brand positioning and help establish points of parity and points of difference. ഇപ്പോൾ മെസ്സേജ് സ്ട്രാറ്റജി ഡിറ്റർമൈൻ ചെയ്യുമ്പം കമ്പനീസ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് തീംസ്, ഡിഫറെൻറ്റ് ഐഡിയാസ്, ഡിഫറെൻറ്റ് അപ്പീൽസ് എല്ലാം അവർ ട്രൈ ചെയ്യും, അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കും. സോ ദാറ്റ് ബ്രാൻഡ് പൊസിഷൻ ക്യാൻ ബി അച്ചീവ്ഡ്. പോയിന്റ്സ് ഓഫ് പാരിറ്റി, പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് ഉദ്ദേശിക്കുന്നത്. പോയിന്റ്സ് ഓഫ് പാരിറ്റി ആർ ദോസ് എലമെൻറ്റ്സ് ദറ്റ് ആർ കൺസിഡേർഡ് മാൻഡേറ്ററി ഫോർ എ ബ്രാൻഡ് ടു ബി കൺസിഡേർഡ് എ സൗണ്ട് കോമ്പറ്റീറ്റർ ഇൻ ഇറ്റ്സ് സ്പെസിഫിക് കാറ്റഗറി. ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടായിരിക്കേണ്ട മെയിൻ എലമെൻറ്റ്സ്, അതായത് കൺസ്യൂമറിൻ്റെ ഒരു വ്യൂ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ കൺസ്യൂമേഴ്സിന് കുറേ ആസ്പെക്ട്സ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണോ ഇതെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ നീഡ് വരുന്ന സമയത്ത് കുറേ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഈ കമ്പനിയുടെ, നമ്മളൊരു പെർട്ടിക്കുലർ കമ്പനിയുടെ പ്രൊഡക്റ്റും കൂടെ കൺസിഡർ ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് ആസ്പെക്ട്സ് അത് ബേസിക്കായിട്ട് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, സപ്പോസ് വി ആർ ഗോയിങ് ടു ബൈ എ ന്യൂ കാർ. അപ്പോൾ അതിൻ്റെ അത് പോയിന്റ്സ് ഓഫ് പാരിറ്റി എന്നിട്ട് ഉദ്ദേശിക്കുന്നത്
കുറച്ച് ആസ്പെക്ട്സ് ഉണ്ടാകും. അതായത് ഷോറൂം ലൊക്കേറ്റഡ് വിത്തിൻ റീസണബിൾ പ്രോക്സിമിറ്റി, അടുത്തുള്ള ഒരു റീസണബിളായിട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഷോറൂം ആയിരിക്കണം. പിന്നെ സർവീസ് ഔട്ട്ലെറ്റ്സ്, അത്യാവശ്യം സർവീസ് ഔട്ട്ലെറ്റ്സ് ഉണ്ടായിരിക്കണം. പിന്നെ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് ഒരു ഡെമോ മോഡൽ അത് ഉണ്ടായിരിക്കണം. പിന്നെ അവൈലബിൾ ഫിനാൻസിങ് ഓപ്ഷൻസ്, എന്തൊക്കെയാണ് ഫിനാൻസിങ് ഓപ്ഷൻസ്, അത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫിനാൻസിങ് ഓപ്ഷൻസ് ഉണ്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ കാറ് വാങ്ങിക്കാൻ നമ്മൾ പോവില്ല. സോ വി വിൽ നോട്ട് കൺസിഡർ എനി ബ്രാൻഡ് ദാറ്റ് ഈസ് നോട്ട് ഏബിൾ ടു മീറ്റ് ദീസ് ആസ്പെക്ട്സ്. പിന്നെ പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് തൊട്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി അത് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ഓരോ കമ്പനി ഒരു പ്രൊഡക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ. ദാറ്റ് ഈസ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് മേക്ക് അവർ ബ്രാൻഡ് യുണീക്ക്. നമ്മുടെ ബ്രാൻഡിനെ ഒരു യുണീക്കാക്കി മാറ്റുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ കാർ ബ്രാൻഡ് സപ്പോസ് ഒരു 5 years വാറണ്ടി ഓഫർ ചെയ്യുന്നു, അതുപോലെ ബെറ്റർ ഫിനാൻഷ്യൽ സ്കീം ഓഫർ ചെയ്യുന്നു. സോ അതൊരു പോയിന്റ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ് കമ്പയർഡ് ടു ബാക്കിയുള്ള കാർ ഓഫേഴ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ, കാർ മാനുഫാക്ചേഴ്സിൻ്റെയൊക്കെ ഓഫേഴ്സ് വെച്ച് നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള വെഹിക്കിൾസൊക്കെ ഒരു 3 years വാറണ്ടി അതൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു 5 years വാറണ്ടി കൊടുക്കുന്നതിലൂടെ അത് അവിടെ ഒരു പോയിന്റ് ഓഫ് ഡിഫറൻസിയേഷനാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് ഈസ് ക്രിയേറ്റീവ് സ്ട്രാറ്റജി. ക്രിയേറ്റീവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹൗ ടു സേ. Creative strategies are the way marketers translate their message into specific communication. We can broadly classify them as either informational or transformational appeals. Informational appeals elaborates products or service attributes or benefits. ഒരു പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഇലാബറേറ്റ് ചെയ്യുന്ന വിധത്തിലായിരിക്കും ഇൻഫർമേഷണൽ അപ്പീൽസ് ഉണ്ടാവുക. ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്സ് ആർ ലോജിക് ആൻഡ് റീസൺ ട്രിഗേർഡ്. ലോജിക്കും റീസണും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും അഡ്വർടൈസ്മെൻറ്റ്. നേരെ മറിച്ച് ട്രാൻസ്ഫോർമേഷണൽ അപ്പീൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് നോൺ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് അവർ എലാബറേറ്റ് ചെയ്യുന്നത്. ഓൾസോ ഇറ്റ് സ്റ്റിറപ്പ് അഡ്വർടൈസ്മെൻറ്റ് സ്റ്റിറപ്പ് ഇമോഷൻസ്. അതിന് എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു ഇൻഫർമേഷണൽ അപ്പീൽസിന് എക്സാമ്പിളായിട്ട് സെൻസോഡൈൻ ആണുള്ളത്. ഇപ്പോൾ സെൻസോഡൈൻ്റെ കേസിൽ അതിൻ്റെ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അഡ്വർടൈസ്മെൻറ്റിൽ. ട്രാൻസ്ഫോർമേഷണലായിട്ട് എക്സാമ്പിളായിട്ട് ഉള്ളത് റെഡ് ബുൾ ആണ്. അപ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് റെഡ് ബുൾ ഗിവ്സ് യു വിങ്സ് എന്നാണ്. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു ഇമോഷണൽ അപ്പീലാണ്. ഇമോഷണൽ അപ്പീലാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ മെസ്സേജ് സോഴ്സ്. Who will say? Message delivered by attractive or prominent sources can achieve higher attention and recall. In India, advertising is owned by Bollywood celebrities and cricketers. അതായത് വലിയ വലിയ സെലിബ്രിറ്റീസ് സോഴ്സായിട്ട് വരുമ്പോൾ അത് കുറച്ചും കൂടെ ക്യാച്ചിങ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ ഷാറുഖ് ഖാൻ, വിരാട് കോഹ്ലി, കട്രീന കൈഫ് അതുപോലെ പല ആക്ടേഴ്സ് അല്ലെങ്കിൽ ക്രിക്കറ്റേഴ്സ് അവരൊക്കെ മെസ്സേജ് സോഴ്സായിട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിരിക്കും, കുറച്ചും കൂടെ ക്യാച്ചിങ് ആയിരിക്കും. ഓൺ ദ അതർ ഹാൻഡ്, സം മാർക്കറ്റേഴ്സ് യൂസ് ഓർഡിനറി പീപ്പിൾ ഇൻ ദെയർ അഡ്വർടൈസ്മെൻറ്റ് ടു ഗിവ് ദം മോർ റിയലിസം. കൂടുതൽ ഒരു റിയലിസ്റ്റിക് ആവാൻ വേണ്ടിയിട്ട് സാധാരണ ജനങ്ങളെ വെച്ചിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റും ചില മാർക്കറ്റേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പങ്കജ കസ്തൂരിൻ്റെയൊക്കെ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് കോമൺ പീപ്പിൾ ആയിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കുക. The message should get attention, hold interest, arouse desire and obtain action. This is known as AIDA model. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, അത് പെട്ടെന്ന് ആളെ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു അറ്റൻഷൻ കംപ്ലീറ്റ് ക്യാച്ച് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഇൻട്രസ്റ്റ് വരുന്നു. അതായത് ഒരു പ്രൊഡക്റ്റ് അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വരുന്നു. അതായത് ഐ ലൈക്ക് ഇറ്റ് എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വരുന്നു. അതിനുശേഷം ഡിസയർ, ഐ വാണ്ട് ഇറ്റ്, എനിക്കത് വേണം എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വരുന്നു. പിന്നെ അവസാനമായിട്ട് ആക്ഷൻ, ഒബ്റ്റെയിൻ ആക്ഷൻ, അതായത് ഞാനത് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനാണ് AIDA മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു AIDA മോഡൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ളതായിരിക്കണം മെസ്സേജ്. AIDA suggests desirable qualities of a good message. When putting a message, communicator must decide what to say,
that is known as message content, and how to say, that is message structure or format. Message content ഉദ്ദേശിക്കുന്നത് communicator has to develop a theme that will produce the desired response. 3 types of appeals are there: rational appeal, emotional appeal and moral appeal. റാഷണൽ അപ്പീൽ എന്നിട്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത ഇൻഫർമേഷണൽ അപ്പീലാണ്. അതുപോലെ ഇമോഷണൽ അപ്പീൽ എന്നിട്ട് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫോർമേഷണൽ അപ്പീലാണ്. ഒന്ന് ലോജിക്കാണ്, മറ്റേത് ജസ്റ്റ് ഒരു ഇമോഷണൽ അപ്പീലാണ്. The third one, moral appeals, are directed to the audience's sense of what is right and proper. അതായത് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ള ആ ഒരു സെൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് മോറൽ അപ്പീൽസ്. ദേ ആർ ഓഫൺ യൂസ് ടു അർജ് പീപ്പിൾ ടു സപ്പോർട്ട് സോഷ്യൽ കോസസ് സച്ച് ആസ് ക്ലീനർ എൻവയോൺമെൻറ്റ്, ഈക്വൽ റൈറ്റ്സ് ഫോർ വിമൻ ആൻഡ് ഹെൽപ്പ് ടു ദ ഡൗൺ ട്രോഡൻ. അതായത് ഇതുപോലെയുള്ള മോറൽ അപ്പീൽസ് എന്നിട്ട് അവർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് സോഷ്യൽ കോസ്, എൻവയോൺമെൻറ്റ്, ക്ലീനർ എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കേണ്ടതിനെ പറ്റിയുള്ള ആവശ്യം, അതുപോലെ വിമൻസിന് ഈക്വൽ റൈറ്റ്സ് കൊടുക്കാനുള്ള ആവശ്യം, അതുപോലെ താഴെക്കിടയിലുള്ള ആൾക്കാരുടെ അവരെ സഹായിക്കേണ്ടതിനെ പറ്റിയുള്ള ആവശ്യം, അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള അപ്പീൽസിനാണ് മോറൽ അപ്പീൽസ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. The next is the message structure. The communicator must decide how to say it. കമ്മ്യൂണിക്കേറ്ററിന് ഇതിൽ മൂന്ന് ഇഷ്യൂസ് ഇവിടെ പോകേണ്ടതായിട്ട് വരും. That is, first one is whether to draw a conclusion or to leave it to the audience. അതായത് ഒരു മെസ്സേജിലൂടെ ഓഡിയൻസിനെ, ടാർഗറ്റ് ഓഡിയൻസിനെ കൺക്ലൂഷനിൽ എത്തിക്കണോ അതോ ടാർഗറ്റ് ഓഡിയൻസ് സ്വയം കൺക്ലൂഷനിൽ എത്തുക എന്നുള്ളതാണ് ഒരു കാര്യം. അതായത് ഏർലി റിസർച്ചൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഓഡിയൻസ് സ്വന്തമായിട്ടുള്ള ഒരു ഡിസിഷനിലെത്താൻ, അപ്രോപ്രിയേറ്റ് കൺക്ലൂഷനിലെത്താൻ ഇൻകാപ്പബിൾ ആയതുകൊണ്ട് മെസ്സേജിലൂടെ തന്നെ ഒരു ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നതാണ് നല്ലതാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള റിസർച്ച് വെച്ചിട്ട് ഇപ്പം കാണാൻ പറ്റുന്നത് ഇപ്പോഴുള്ള ഓഡിയൻസ് സ്വന്തം അവരെ പല കാര്യങ്ങളുമായിട്ട് പറഞ്ഞ് ചിന്തിപ്പിച്ച് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പുതിയ ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവായിട്ട് ഇപ്പം കൺസിഡർ ചെയ്യുന്നത്, പുതിയ റിസർച്ച് വെച്ചിട്ട് ഇപ്പം കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്നത് പ്രസൻറ്റ് വൺ സൈഡ് ആർഗ്യുമെൻറ്റ് ഓർ ടു സൈഡ് ആർഗ്യുമെൻറ്റ്. അതായത് ജസ്റ്റ് ഒരു നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം, സ്ട്രെങ്ത് മാത്രം പറയുകയാണോ വേണ്ടത്, അതോ ടു സൈഡ് ആർഗ്യുമെൻറ്റ്, അതായത് പ്രൊഡക്റ്റിൻ്റെ സ്ട്രെങ്ത് പറയുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഷോർട്ട് കമ്മിങ്സും കൂടെ മെൻഷൻ ചെയ്യണമെന്നുള്ളതാണ് അടുത്ത മെസ്സേജ് സ്ട്രക്ചറിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. വൺ സൈഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മിക്കവാറും പേരിലും അത് എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അത് എല്ലാ കേസിലും അത് ആപ്ലിക്കബിൾ ആവില്ല, എല്ലാ സ്ഥലത്തും അത് വർക്കൗട്ട് ആവണമെന്നില്ല. അതായത് സപ്പോസ് ഓഡിയൻസ് ആർ ഹൈലി നല്ല എഡ്യൂക്കേഷനുള്ള ഓഡിയൻസ് ആണെങ്കിൽ എന്തായാലും ഇതിൻ്റെ എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സ് ഉണ്ടാകുന്നുള്ള കാര്യം അവർക്കറിയാം. സോ അങ്ങനെയുള്ള കേസിൽ അതിൻ്റെ ഷോർട്ട് കമ്മിങ്സും, അതായത് സ്ട്രെങ്ത് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഷോർട്ട് കമ്മിങ്സും നമ്മൾ പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ അടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത് വെദർ ടു പ്രസൻറ്റ് ദ സ്ട്രോങ്ങസ്റ്റ് ആർഗ്യുമെൻറ്റ് ഫസ്റ്റ് ഓർ ലാസ്റ്റ്. സ്ട്രോങ്ങസ്റ്റ് ആർഗ്യുമെൻറ്റ് ഫസ്റ്റ് പറയണോ അതോ ലാസ്റ്റ് പറയണോ എന്നുള്ളതാണ്. ഇപ്പോൾ ലാസ്റ്റാണ് നമ്മൾ സ്ട്രോങ്ങസ്റ്റ് ആർഗ്യുമെൻറ്റ് പറയുന്നതെങ്കിൽ ഇത് മെസ്സേജ് സ്റ്റാർട്ടിങ് അത്ര ക്യാച്ചിങ് ആയിരിക്കില്ല. ബട്ട് നമ്മളിപ്പം തുടങ്ങുന്നത് ഒരു സ്ട്രോങ് ആർഗ്യുമെൻറ്റ് വെച്ചിട്ടാണെങ്കിൽ തുടക്കം ക്യാച്ചിങ് ആയിരിക്കും, പക്ഷേ അവസാനം എത്തുമ്പോഴേക്ക് അത് അധികം അറ്റൻഷൻ ക്യാച്ച് ചെയ്യില്ല. The next thing to consider while designing a message is message format. If message is going to present or printed media, communicator has to decide on the headline, copy, illustration, color, etc. To attract attention, message should have eye-catching pictures, headlines, distinctive formats, size, etc. ഇപ്പോൾ ഒരു പ്രിൻറ്റഡ് മീഡിയ, ന്യൂസ് പേപ്പർ അതുപോലെയുള്ള മാഗസിൻ അതിലൊക്കെയാണ് മെസ്സേജ് വരുന്നതെങ്കിൽ
അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡ്ലൈൻസും പിക്ചേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ മെസ്സേജ് തന്നെ കണ്ടന്റ് തന്നെ കുറച്ചും കൂടെ ക്യാച്ചിങ് ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. Next, if message is to be carried over radio, communicator has to choose words, sounds and voices. സോ ഓവർ റേഡിയോ ആണ് കമ്മ്യൂണിക്കേറ്റർ മെസ്സേജ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഓഫ് കോഴ്സ് മെയിനായിട്ട് വരുന്നത് വോയിസ് ആണ്. സോ വോയിസുള്ള ക്ലാരിറ്റി, സൗണ്ട്, അതിനുള്ള യൂസ് ചെയ്യുന്ന വേർഡ്സ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഇഫ് മെസ്സേജ് ഈസ് ടു ബി പ്രസൻറ്റഡ് ഓൺ TV, ദെൻ ആക്ടിംഗ് പേഴ്സൺ ഹിസ് ബോഡി ലാംഗ്വേജ്, ഫാഷ്യൽ എക്സ്പ്രഷൻസ്, ഡ്രസ്, ജസ്റ്റേഴ്സ് എക്സെട്ര ആർ ടു ബി പ്രോപ്പർ. ഇപ്പോൾ ടി വിയിലൂടെയാണ് നമുക്ക് ഒരു മെസ്സേജ് വരുന്നതെങ്കിൽ ആ മെസ്സേജ് തരുന്ന സോഴ്സ് പേഴ്സൺ അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഡ്രസ്സ് അതൊക്കെ പ്രോപ്പറായിരിക്കണം. നെക്സ്റ്റ്, ഫോർത്ത് വൺ, ഇഫ് മെസ്സേജ് ഈസ് ടു ബി ക്യാരിഡ് ഓൺ ഇറ്റ്സ് പാക്കേജ്, communicator has to watch texture, scent, color, size and shape. ഒരു പാക്കേജിലാണ് നമ്മൾ മെസ്സേജ് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ, പാക്കേജിലാണ് ഇതിനെപ്പറ്റിയുള്ള മെസ്സേജ് ഉള്ളതെങ്കിൽ നമ്മൾ അതിൻ്റെ ടെക്സ്ചറും സെൻറ്റും കളറും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നൗ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് മെസ്സേജ്. ഒരു ഗുഡ് മെസ്സേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മെസ്സേജ് മസ്റ്റ് ഹാവ് പ്രാക്ടിക്കൽ വാല്യൂ ഉണ്ടായിരിക്കണം. മസ്റ്റ് ഇൻട്രസ്റ്റ് ദ ടാർഗറ്റ് ഗ്രൂപ്പ്. ടാർഗറ്റ് ഗ്രൂപ്പിനെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ഏത് മെസ്സേജും ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ന്യൂ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൊഡക്റ്റ്. എല്ലാവരും പുതിയ ഇൻഫർമേഷൻ അറിയാനുള്ള താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. സോ ന്യൂ ഇൻഫർമേഷൻ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. മസ്റ്റ് ഹെൽപ്പ് ടു ജസ്റ്റിഫൈ കസ്റ്റമേഴ്സ് റീസെൻറ്റ് പർച്ചേസ് ഡിസിഷൻ. റീസെൻ്റ് ആയിട്ടുള്ള ഒരു പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പർച്ചേസ് ജസ്റ്റിഫൈ ചെയ്യുന്ന വിധത്തിലുള്ളതായിരിക്കണം മെസ്സേജസ്. അതായത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷം അത് ആ പ്രൊഡക്റ്റ് തന്നെ മതിയോ അതോ ആ പ്രോഡക്റ്റ് വാങ്ങിയത് മോശമായി പോയോ എന്നുള്ള ഒരു ഡൗട്ട്, ഒരു കൺഫ്യൂഷൻ അയാളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിന് അത് ആ ഒരു ഡൗട്ട്, ആ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കുന്ന വിധത്തിലുള്ള, ജസ്റ്റിഫൈ ചെയ്യുന്ന വിധത്തിലുള്ള മെസ്സേജ് ആയിരിക്കണം. മെസ്സേജ് മസ്റ്റ് ബി പ്രസൻറ്റഡ് ഇൻ എ വേ ടു മേക്ക് ഇമ്പാക്റ്റ്. ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള മെസ്സേജ് ആയിരിക്കണം. The next step in developing an effective marketing communication is to select the marketing communication channels. Select an efficient means to carry the message. ടാർഗറ്റ് ഓഡിയൻസിലേക്ക് മെസ്സേജ് എത്തിക്കുന്നതിനുള്ള ഒരു എഫിഷ്യൻറ്റ് ചാനൽ അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആ സ്റ്റെപ്പ്, ഈ ചാനൽസ് എന്ന് പറയുന്നത് പേഴ്സണൽ ആവാം, നോൺ പേഴ്സണൽ ആവാം. അതായത് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് മീൻസ് 2 or more persons communicate face to face or person to audience discussion, like personal selling or email, telemarketing, text messaging. അവിടെയൊക്കെ ഒരു 1-to-1 കോൺവെർസേഷൻ ഒക്കെ അവിടെ പോസിബിൾ ആണ്. സോ അവിടെ തന്നെ ഫീഡ്ബാക്ക്, എന്താ ഡയറക്റ്റ് അഡ്രസ്സിങ് കൊണ്ട്, അതായത് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസിനെ ഡയറക്റ്റ് അഡ്രസ്സ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നു. ബട്ട് ഒരു 2-way കമ്മ്യൂണിക്കേഷൻ അവിടെ പോസിബിൾ ആണ്. Personal communication channels are effective because they allow personal addressing and feedback. Some personal communication channels are controlled directly by company. They like salespersons. Salesperson എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി കമ്പനീൻ്റെ കൺട്രോളിൽ വരുന്ന കാര്യമാണ്. Then other personal communication channels includes independent experts, consumer advocates, consumer buying guides, friends and neighbors, word of mouth, opinion leaders, etc. ഫ്രണ്ട്സ്, നൈബേഴ്സ്, അവരുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്നുള്ള, അവരുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞറിയുന്ന, പിന്നെ അതിനൊക്കെയാണ് വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു നല്ല അനുഭവമാണെങ്കിൽ ശരി, ഒരു മോശം അനുഭവമാണെങ്കിൽ ശരി, അത് ഒരാൾ വഴി വേറൊരാളിലേക്ക് എത്തുന്നതാണ് വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത്. ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കമ്മ്യൂണിറ്റിയിൽ പ്രൊഡക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന, അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ പറയുന്ന, അതിനെ പറ്റിയൊക്കെ ഒരു ഉപദേശം തരാൻ പറ്റുന്ന ആളുണ്ടാവും. അപ്പോൾ എപ്പോഴും ആൾക്കാർ അതുപോലത്തെ ആൾക്കാരെ ഞാൻ സമീപിക്കുക. അതിനെയാണ് ഒപ്പീനിയൻ ലീഡേഴ്സ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ചാനൽസ്, അത് ഉദ്ദേശിക്കുന്നത് മാസ് മീഡിയാസ് ആണ്. മാസ് ചാനൽസ് ആർ ഡയറക്റ്റഡ് ടു മോർ ദാൻ 1 person.
and include advertising, sales promotion, events and experience and public relations. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഒരു ഫീഡ്ബാക്ക് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഒരു മാസമായിട്ടുള്ള ഓഡിയൻസിന് ഒരു മെസ്സേജ് എത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതായത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പ്രിൻറ്റഡ് മീഡിയാസ് ലൈക്ക് ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ് എക്സെട്ര, ബ്രോഡ്കാസ്റ്റ് മീഡിയാസ് ലൈക്ക് ടെലിവിഷൻ, റേഡിയോ എക്സെട്ര, ഡിസ്പ്ലേ മീഡിയ ലൈക്ക് ബിൽ ബോർഡ്സ്, ഓൺലൈൻ ആൻഡ് ഇലക്ട്രോണിക് മീഡിയ, ഇവൻറ്റ്സ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷ് ദ ടോട്ടൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റ്. ഹൗ മച്ച് ടു സ്പെൻഡ് ഓൺ മാർക്കറ്റിംഗ്, എത്ര നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അത് പല ഇൻഡസ്ട്രീനും പല ടൈപ്പിലായിരിക്കും നമ്മളെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് ക്യാൻ ബി 40 to 45% ഇൻ കോസ്മെറ്റിക്സ്, വൈൽ ഓൺലി 5 to 10% ഇൻ ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻറ്റ് ഇൻഡസ്ട്രി. അതായത് ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കോസ്റ്റ് കൂടുതലുള്ള സാധനമായിരിക്കും. അപ്പോൾ അതിന് 5 to 10% തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് ആയിരിക്കും. സോ പല ഇൻഡസ്ട്രിയിലും ഈ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നത്, പ്രൊമോഷൻ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നത് പല ടൈപ്പിലായിരിക്കും. നമുക്കിവിടെ കാണാൻ പറ്റുന്ന 4 ടൈപ്പ് പ്രൊമോഷൻ ബഡ്ജറ്റ് സെറ്റിംഗ് ആണ്. അതായത് ഫസ്റ്റ് വൺ ഈസ് അഫോർഡബിൾ മെത്തേഡ്. അഫോർഡബിൾ മെത്തേഡ് കമ്പനി ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ കമ്പനീസ് അസംഷൻ ദാറ്റ് ഹൗ മച്ച് ദേ ക്യാൻ അഫോർഡ്. അതായത് ഒരു കമ്പനിക്ക് എത്ര അഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു അസംഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ മെത്തേഡിൽ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നത്. ഈ മെത്തേഡിൽ ഈ അഡ്വർടൈസ്മെൻറ്റിനൊക്കെയുള്ള അല്ലെങ്കിൽ പ്രൊമോഷനുള്ള ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള എത്ര സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ഏറ്റവും അവസാനം മാത്രമാണ് കൺസിഡർ ചെയ്യുള്ളൂ. അതായത് ബാക്കി എല്ലാ ഡിഡക്ഷനും കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സ്പെൻഡിങ്ങിനൊക്കെയുള്ള എമൗണ്ട് വക മാറ്റിയതിന് ശേഷം റിമൈനിങ് മാത്രമേ അവർ അഡ്വർടൈസ്മെൻറ്റിനെ കൺസിഡർ ചെയ്യുള്ളൂ. ഈവൻ ഇഫ് അഡ്വർടൈസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അങ്ങനെയുള്ള കേസിൽ പോലും അവർ സ്പെൻഡിങ്ങിന് വേണ്ടിയുള്ള പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് ഏറ്റവും അവസാനം മാത്രമേ അവർ കൺസിഡർ ചെയ്യുള്ളൂ. അടുത്ത മെത്തേഡാണ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ്. ഇവിടെ സെറ്റ് ദ ബഡ്ജറ്റ് അറ്റ് എ സ്പെസിഫൈഡ് പെർസെൻറ്റേജ് ഓഫ് കറണ്ട് ഓർ ആൻറ്റിസിപ്പേറ്റഡ് സെയിൽസ് ഓഫ് ദ സെയിൽസ് പ്രൈസ്. ഇപ്പോൾ ഇതിൻ്റെ അത് ഒരു സെയിൽസ് ഇപ്പോൾ കറണ്ടോ അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്തോ ആയിട്ടുള്ള ഒരു സെയിൽസിൻ്റെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ആയിരിക്കും ഇവിടെ ബഡ്ജറ്റിന് വേണ്ടിയിട്ട്, പ്രൊമോഷൻ ബഡ്ജറ്റിന് വേണ്ടിയിട്ട് വകയിരുത്തുന്നത്. നെക്സ്റ്റ് ഈസ് കോമ്പറ്റേറ്റീവ് പാരിറ്റി മെത്തേഡ്. ഹിയർ കമ്പനീസ് സെറ്റ് ദ ബഡ്ജറ്റ് ടു അച്ചീവ് ഷെയർ ഓഫ് വോയിസ് പാരിറ്റി വിത്ത് കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഇവിടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എക്സ്പെൻഡിച്ചർ ഓൺ പ്രൊമോഷൻ ബഡ്ജറ്റ് എത്രയാണെന്ന് അനലൈസ് ചെയ്തതിന് ശേഷം അതുമായിട്ട് മാച്ച് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ കംപ്ലീറ്റ് ഇൻഡസ്ട്രിയിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയിൽ ടോട്ടൽ എത്രയാണോ എക്സ്പെൻസ് വരുന്നത്, എല്ലാവരും എങ്ങനെയാണോ എക്സ്പെൻസ് ഈ പ്രൊമോഷൻ ബഡ്ജറ്റിന് വേണ്ടി മാറ്റി വെക്കുന്നത്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആവറേജ് ആയിരിക്കും ഈ ഒരു കേസിൽ ഈ കമ്പനി സെറ്റ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് ടാസ്ക് മെത്തേഡ്. ഇതാണ് ഏറ്റവും മോസ്റ്റ് ലോജിക്കൽ ബഡ്ജറ്റ് സെറ്റിംഗ് മെത്തേഡ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഏറ്റവും മോസ്റ്റ് ലോജിക്കൽ ബഡ്ജറ്റ് സെറ്റിംഗ് മെത്തേഡ്. കമ്പനി സെറ്റ്സ് ഇറ്റ്സ് പ്രൊമോഷൻ ബഡ്ജറ്റ് ബേസ്ഡ് ഓൺ വാട്ട് ഇറ്റ് വാണ്ട്സ് ടു അക്കംപ്ലിഷ് വിത്ത് പ്രൊമോഷൻ. അതായത് എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്, എന്താണ് ഈ സെയിൽസ് പ്രൊമോഷൻ വെച്ചിട്ട് കമ്പനി ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രൊമോഷൻ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇത് വെച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങളാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ്, ഡിഫൈനിങ് സ്പെസിഫിക് പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്. ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാം. ഡിറ്റർമൈനിങ് ദ ടാസ്ക് നീഡഡ് ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ്. അതായത് എന്തൊക്കെ ടാസ്ക് ഈ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് റീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യണം. പിന്നെ നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പായിട്ട് എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് പെർഫോമിങ് ദിസ് ടാസ്ക്. ഈ ടാസ്ക് ഒക്കെ പെർഫോം ചെയ്യുന്നതിന് എത്ര കോസ്റ്റ് വേണം. ഇങ്ങനെയാണ് ഈ ഒബ്ജക്റ്റീവ് ആൻഡ് ടാസ്ക് മെത്തേഡിൽ പ്രൊമോഷൻ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നത്. താങ്ക് യു.